നമ്മുടെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും സാധാരണപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ ബിരിയാണി വെച്ച് തരുന്നതാണ്. നമ്മളെ സ്പെഷ്യൽ ബിരിയാണി വെച്ച് തരും. അതിന് നമ്മൾ വലിയ പൈസ നോക്കിയോ അല്ലാതെ അതിൻ്റെ വലിയ ആഡംബരമായിട്ടുള്ള രീതിയിലുള്ള സെറ്റ് ചെയ്യാനോ ഒന്നുമല്ല നമ്മൾ വരുന്നത്. ചെറിയ രീതിയിൽ സാധാരണപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. കോൺടാക്ട് നമ്പർ അതിനോട് ആഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും റംസാൻ ആശംസകൾ. ഇത് ഇടത്തറ ബാതിരിക്കൽ പ്രദേശമാണ്. നമ്മളെല്ലാ പ്രാവശ്യവും 27 രാവിന് ഇവിടെ ഫുഡ് വെച്ച് പള്ളിയിലും പരിസര പ്രദേശങ്ങളൊക്കെ വിതരണം ചെയ്യാറുണ്ട്. ഇത് എല്ലാ ജാതി മതഭേദമന്യേ രാഷ്ട്രീയത്തിന് അതീതമായി ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരോട് ചേർന്നാണ് നമ്മളിത് തയ്യാറാക്കുന്നത്, ഇത് വിതരണം ചെയ്യുന്നത്. വളരെയേറെ മതസൗഹാർദ്ദത്തോടുകൂടി മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ഒരുപാട് പ്രവർത്തകരും ചെറുപ്പക്കാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ പള്ളിയിലേക്ക് പോയിരിക്കുക. അപ്പോൾ വരും. ഏകദേശം ഒരു 10, 20, 22 വർഷത്തോളം ഈ സംരംഭം തുടർന്ന് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഇതിൻ്റെ മെയിൻ ഷെഫുകളാണ് നമ്മുടെ നിസാറും അനീഷും എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇന്ന് ട്രാൻസ്പോർട്ട് ജീവനക്കാരാണ്. നമുക്ക് ഫ്രീ ആയിട്ട് വന്ന് സംഭവം റെഡിയാക്കി തരികയാണ്. അപ്പോൾ ആ ഭക്ഷണം നല്ല രീതിയിൽ തുടർച്ചയായി അവർ തന്നെയാണ് ഇത് പാകം ചെയ്യുന്നത്. നല്ല വൃത്തിക്കുള്ള ഭക്ഷണമാണ്. ഏറ്റവും നല്ല വെറൈറ്റി ആയിട്ട് ടേസ്റ്റി ഫുഡാണ് വെക്കുന്നത്. എല്ലാവിധ നാളെയും ഇത്തരം സംരംഭങ്ങൾ ഒരുമിച്ച് നടക്കുവാനും ഒരു കൂട്ടായ്മയുടെ പുറത്ത് എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഈ പ്രദേശത്ത് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മൾ 22 15 വർഷം കൊണ്ട് നമ്മുടേതായിട്ടുള്ളൊരു ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അത് 100-400 പേർക്കുള്ള ബിരിയാണിയാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ വയ്ക്കുന്നതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കൈമ റൈസിനാണ്, ചെറിയ അരി വെച്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്ന് വയ്ക്കുന്നത് ബീഫ് ബിരിയാണിയാണ്. നമ്മൾ റൈസ് വെള്ളത്തിലിട്ട് കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിനിട്ടതിന് ശേഷം കുതിർത്ത് വെച്ചിട്ട് നമ്മൾ അതിന് ഒരു കിലോ അരിക്ക് 1,400 അല്ലെങ്കിൽ 1,500, അതായത് പാത്രം അനുസരിച്ചുള്ള അളവിലാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. അതിനകത്ത് ചേർക്കേണ്ട ചേരുവെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഗ്രാമ്പു, പട്ട, ഏലയ്ക്ക, നെയ്യ്, ഡാൽഡ, പാം ഓയിൽ, തേങ്ങാപ്പാൽ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ നാരങ്ങാനീര് എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടായിരിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങാനീര് ഒഴിക്കുന്നത്. ഇത് നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം നല്ല വെട്ടി തിളയ്ക്കുന്നത് നമ്മൾ അരമണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. നമ്മൾ വെള്ളത്തിലിടാണ്. വെള്ളത്തിനിട്ട ശേഷം നല്ലപോലെ തിളച്ച് ചെറുതായിട്ട് കൊതുപ്പ് വരുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ ഗ്യാസിൻ്റെ തീ ചെറുതായിട്ട് കുറയ്ക്കും, ചെറിയ സിമ്മിലിടും. അത് വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ ആ തീ ഓഫ് ചെയ്യുക ചെയ്യുന്നത്. അത് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റിന് ശേഷം നമ്മൾ അരി വെന്താണ്. അതിനുശേഷം നമ്മൾ മസാല അടിക്കുന്നത് സവാളയും തക്കാളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മീറ്റ് മസാല, ഗ്രാമ്പു, പട്ട, ഏലയ്ക്ക അങ്ങനെ വെച്ചുള്ള ഗരം മസാല. അത് നമ്മുടെ സ്പെഷ്യൽ ഒരു ഗരം മസാലയാണ് അത്. പിന്നെ കൂടാതെ അതിനകത്ത് മല്ലിയില, പുതിനയില, തൈര്, പിന്നെ ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് നമ്മൾ വാട്ടിയതിന് ശേഷം നമ്മൾ ബീഫ് അതിനകത്ത് ഇട്ട് ആഡ് ചെയ്ത് സെറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇത് രണ്ടായിട്ടാണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ ബീഫ് മസാല സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അരി എടുത്ത് അതിനകത്ത് വെന്ത ചോറ് എടുത്ത് നമ്മൾ ദമ്മ് ലെയറായിട്ട് ഇട്ട് അതിന് മുന്നേ മസാലയൊക്കെ ഇട്ട് പൊടിയൊക്കെ ഇട്ട് ആണ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അപകടമായ
അടുപ്പ് ചരിഞ്ഞിരിക്കും. കല്യാണം കഴിക്കാൻ മറന്നുപോയി. ഇളക്ക് പോരാ കേട്ടോ. കളറായിരുന്നു ആവുന്നില്ലല്ലോ, വെള്ളയായിട്ട് കിടക്കും.